നമുക്ക് നിധിയുടെ സുധീഷിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചില ദിവസങ്ങളിൽ മാത്രം എന്തെങ്കിലും ഇടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായാൽ മാത്രമേ വീഡിയോസ് ഉച്ചയ്ക്ക് ഇടാത്തുള്ളൂ കേട്ടോ. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലത്ത് അപ്ലോഡ് ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ ഒടുവിൽ കാണുന്ന ഭയങ്കര സന്തോഷത്തിൽ തന്നെയായിരുന്നു സുധീഷ് ഹരീഷൊക്കെ. ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു. ഇപ്പോൾ സുഭാഷ് എണ്ണ പഴയ പേടിയും കാര്യങ്ങളൊന്നുമില്ല. സ്വാമിമാരും വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പം സന്തോഷമായി. പക്ഷേ ഇനിയിപ്പോൾ കുടുംബക്ഷേത്രം എവിടെയാണെന്ന് മാത്രം അറിയത്തില്ല. എല്ലാവർക്കും ഉണ്ടായിരിക്കും, ഒരു കുലക്ഷേത്രം ഉണ്ടായിരിക്കും. പക്ഷെ അതെവിടെയാണെന്ന് അറിയില്ലല്ലോ. ആരോട് ചോദിക്കാനാ? ഭാസ്കരനോട് ചോദിച്ചിട്ട് ഭാസ്കരനോട്ട് അറിയത്തുമില്ല. ഒടുവിൽ സുധീഷ് പറഞ്ഞു, സുഭാഷ് എണ്ണ അതൊന്നോർത്ത് ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് പതിവ് പോലെ തന്നെ സുഭാഷ് ജോലിക്ക് പോവാണ്. അപ്പം ജോലിക്ക് പോകുന്ന സമയത്ത് നികേഷ് സുഭാഷിനോടൊപ്പം ചേർന്നു. അങ്ങനെ പോകുന്ന സമയത്താണ് ഗംഗാധരനെ കാണുന്നത്. ഗംഗാധരനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷിന് തോന്നി, ഒരു പക്ഷെ വല്യച്ഛനോട് ചോദിക്കുവാണെങ്കിൽ ഈ കുടുംബക്ഷേത്രം എവിടെയാന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അങ്ങനെ അതറിയുവാണെങ്കിൽ അവിടെ പോയി വേണ്ടുന്ന വഴിപാടുകളൊക്കെ നടത്തുവാണെങ്കിൽ കുടുംബത്തിലെ ദോഷം മാറിക്കിട്ടും. നികേഷിനോട് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, വല്യച്ഛനോടൊന്ന് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞു. നികേശ്വരൻ പറഞ്ഞു തരുമോ? ചോദിച്ചു നോക്കാം. അല്ല, എന്നെ കാണാതെ പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പത്തിന് ഓടി വന്ന ആളല്ലേ. അങ്ങനെ സുഭാഷ് ഗംഗാധരനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഓടി അങ്ങോട്ട് ചെന്നു. വെല്ലിച്ചാന്നും പറഞ്ഞ് വിളിക്കുകയാണ്. ഗംഗാധരൻ തിരിഞ്ഞു നോക്കി, വലിയ പരിചയഭാവം ഒന്നും നടിച്ചില്ല. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, അതെ, കുടുംബത്തിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഞാൻ കാരണം ഉണ്ടായി, അതുകൊണ്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് മാറി നിന്നേ. ഒരു ജോത്സ്യം വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കാരണമാണല്ലോ എന്ന് ഓർത്തണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് മാറിയത്. വില്ലേച്ചൻ ആ സമയത്ത് വീട്ടിൽ വന്ന് ഞാൻ അറിഞ്ഞെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പം ഗംഗാധരൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു ജോത്സ്യൻ എന്തെങ്കിലും പറഞ്ഞു വെച്ചോണ്ട് നീ ഇറങ്ങിപ്പോണ്ട ഒരു കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് സുഭാഷ് ചോദിച്ചു, വില്ലേച്ചൻ ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. എന്ത്? അല്ല, നമ്മുടെ കുടുംബക്ഷേത്രം എവിടെയാന്ന് ചോദിച്ചു. കുടുംബക്ഷേത്രമോ? അതെ. അത് കേട്ടപ്പോൾ ഗംഗാധരൻ അടിമുടി ഒന്ന് സുഭാഷിനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, എടാ, നിന്നെ കാണാതെ പോയി കഴിഞ്ഞപ്പം എനിക്ക് വിഷമമുണ്ടായിരുന്നു. കാരണം ആ കുടുംബത്തിൽ ഇത്തിരി അലിവും സ്നേഹമൊക്കെ നിന്നോട് മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ടാണ് നിന്നെ കാണാതെ പോയെന്ന് അറിഞ്ഞ് ഇപ്പോൾ ആ വീട്ടിലേക്ക് വന്നത് എന്നും പറഞ്ഞുകൊണ്ട് കുടുംബക്ഷേത്രം എവിടെയാണെന്ന് പറഞ്ഞേണ്ട കാര്യമൊന്നും എനിക്കില്ല. അതൊന്നും ഞാൻ പറഞ്ഞു തരാനും പോകുന്നില്ല. മര്യാദയ്ക്ക് നീ നിന്റെ പാട് നോക്കിപ്പോ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞു. ഗംഗാധരൻ അങ്ങോട്ട് പോയി. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു സുഭാഷേണ്ണ? സുഭാഷേണ്ണ എന്തിനാ അതൊക്കെ ചോദിക്കാൻ പോയത്? അല്ലടാ, അത് പറഞ്ഞു തരുമായിരുന്നെങ്കിൽ. പിന്നെ പറഞ്ഞു തന്നു, എപ്പോഴപ്പോൾ പറഞ്ഞതെന്ന് ചോദിച്ചാൽ മതി. അങ്ങനെ ഒടുവിൽ സുഭാഷ് പണസൈറ്റിലേക്ക് വന്നു. പിന്നീട് നികേഷ് തിരികെ പോയി. അപ്പം നികേഷ് എസ്കോട്ട് വന്നാൽ ഇനി എങ്ങാനും സുഭാഷ് പോയ വഴി പോയാലോ എന്നൊരു പേടിച്ചിട്ട്. അങ്ങനെ സുഭാഷ് പണസൈറ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ചാന്ദിനി ഭയങ്കര കരച്ചിലാണ് അവിനാശിൻ്റെ അടുത്ത് നിന്നിട്ട്. അപ്പോഴേക്കും സുഭാഷ് പേടിച്ചു പോയി. എന്താ അവിനാശേ, ചാന്ദിനി എന്തിനാ കരയണേന്ന് ചോദിച്ചു. അത് പിന്നെ കാര്യം എന്താ വെച്ചാൽ പറ. അത് അവള് വീട്ടിലേക്ക് ചെല്ലാനും പറഞ്ഞ് വീട്ടിൽ നിന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. അതെന്താ അങ്ങനെ? അതെ, ഇവളുടെ മുറച്ചെറുക്കൻ ഒരാളുണ്ട്. അപ്പം അവനുമായിട്ട് ഇവളുടെ വിവാഹം നടത്താനായിട്ടാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ തീരുമാനം. പക്ഷെ ഇവൾക്ക് ആ ബന്ധത്തിന് താല്പര്യമില്ല, അവനെ ഇഷ്ടമില്ല ഇവൾക്ക്. അതുകൊണ്ടാണ്, അവൻ്റെ സ്വഭാവം അത്ര ശരിയല്ല. അത് കേട്ടപ്പം സുഭാഷ് പറഞ്ഞു, അല്ല, ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ പോരേന്ന് ചോദിച്ചു. അതിന് കരയേണ്ട കാര്യമുണ്ടോ? എൻ്റെ അച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞാൽ, പക്ഷേ എങ്കിൽ അവർക്ക് അവരെ കൊണ്ട് ഇവളെ കെട്ടിക്കണം. അതിന് വേണ്ടിയിട്ട് ഇവളോട് ചെല്ലാൻ പറഞ്ഞിരിക്കുക. ഇവൾ ചെല്ലത്തില്ല എന്ന് പറഞ്ഞു. ഇവൾ അവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നതിൻ്റെ മെയിൻ കാരണം ഇതായിരുന്നു. അവൻ അവിടെ ഇല്ലാത്ത സമയത്താണ് ഇവൾ ഇവിടേക്ക് പോരുന്നത്. പക്ഷേ അവനിപ്പോൾ തിരിച്ചവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. എത്തിക്കഴിഞ്ഞപ്പോൾ ഇവളെവിടെയെന്ന് ചോദിച്ചാൽ ഭയങ്കര പ്രശ്നമായിരുന്നു. ഒടുവിൽ ഇവളിവിടെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അച്ഛനും അമ്മയും പറഞ്ഞു. അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ ഇങ്ങോട്ടേക്ക് അന്വേഷിച്ച് വരുമോ? പോന്നിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ അവൻ അന്വേഷിക്കില്ലേ? അതിനിപ്പം നിങ്ങളെക്കുറിച്ച് ഇവിടെ ആർക്കും അറിയാവുന്നേ? അതെ, ഞങ്ങളുടെ വീടിൻ്റെ അവിടെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനെയൊക്കെ അവർക്ക് അറിയാവുന്ന. അങ്ങനെ അവരോട് വന്ന് ചോദിക്കുവാണെങ്കിൽ കൃത്യമായിട്ടുള്ള അഡ്രസ്സും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കൂലേ? ഇവിടേക്ക് തന്നെ വരില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഇവളെ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്ന പേടി കാരണം അവൾ പോകത്തില്ല എന്നും പറഞ്ഞ് കരച്ചില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞു. അതാണ് കാര്യം. ഒരു കാര്യം ചെയ്യാം, അവിനാശ് തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. എങ്ങോട്ട്? അല്ല, അവിനാശിൻ്റെ വേറെ കുറച്ച് കൂട്ടുകാർ വേറെ സൈറ്റിൽ പണിയുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ. ഒരു കാര്യം ചെയ്യാം, അങ്ങോട്ടേക്ക് പോയിക്കോ. അല്ല, എനിക്ക് പോകാൻ കുഴപ്പമുണ്ടായിട്ടല്ല സുഭാഷ് ഏട്ടാ, പക്ഷെ ഇവളുടെ കാര്യം ഓർത്തിട്ടാ. എനിക്ക് ഇവളെ കൊണ്ട് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അതാണോ? അവളുടെ കാര്യം എനിക്ക് വിട്ടാരെ, അവളെ എൻ്റെ വീട്ടിൽ നിന്നോളൂ എന്ന് പറഞ്ഞു. സുഭാഷേൻ്റെ വീട്ടിൽ നിൽക്കാനാ? അതെ, അവിടെ നിധിയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൾക്ക് അവിടെ ഒരു കുറവും ഉണ്ടാകത്തില്ല, ഒന്നും സംഭവിക്കില്ല. അവിനാശിന് എന്നെ വിശ്വാസം ഇല്ലെന്ന് ചോദിച്ചു. വിശ്വാസമാണ് എങ്കിൽ പിന്നെന്തിനാ പേടിക്കണമെന്ന് ചോദിച്ചു. അവളോട് താല്പര്യമുണ്ടെന്ന് മാത്രം ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഒടുവിൽ അവിനാശ് ചാന്ദിനിയോട് സംസാരിക്കുകയാണ്.
സുഭാഷേൻ്റെ വീട്ടിൽ പോയി നിനക്ക് നിൽക്കാൻ പറ്റുമോ കുറച്ച് നാളത്തേക്ക്? അവൻ വന്ന് പോയതിന് ശേഷം നമുക്ക് തിരികെ ഇവിടേക്ക് തന്നെ വരാമെന്ന് പറഞ്ഞു. ചാന്ദിനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ചാന്ദിനി ഓക്കെ പറഞ്ഞു. അങ്ങനെ എന്താണെങ്കിലും സുഭാഷ് പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഇനി ഇവളെ കൊണ്ട് വീട്ടിലേക്ക് വിട്ടോ, ഞാൻ വിളിച്ചു പറഞ്ഞോളാന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഓട്ടോറിക്ഷയിൽ അവിനാശ് ചാന്ദിനിയും കൂട്ടിക്കൊണ്ട് ഭാസ്കറിൻ്റെ വീട്ടിലേക്ക് വരിക. ഈ സമയത്ത് നിധി ഹരീഷും സുധീഷും ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. നിധി അവരോട് പറഞ്ഞു, ഞാൻ നിനക്ക് ചായ എടുക്കാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് ഒരു ഓട്ടോറിക്ഷ വന്നിരിക്കുന്നത്. ഓട്ടോറിക്ഷയ്ക്കകത്ത് നിന്ന് രണ്ടുപേരും കൂടെ ഇറങ്ങുന്ന കണ്ടപ്പം നിധി ഓർത്ത് ചാന്ദിനിയാണല്ലോ എന്ന് ഓർത്തു. അപ്പോഴേക്കും ചാന്ദിനി അവിനാശും കൂടെ അങ്ങോട്ട് വന്നു. ആ സമയം സുധീഷ് ചോദിച്ചു, ആഹാ ഇതെന്ത് പറ്റി അവിനാശേട്ടാ, പെങ്ങളായിട്ട് ഇന്ന് ജോലി ഇല്ലായിരുന്നു എന്ന് ചോദിച്ചു. ജോലി ഉണ്ടായിരുന്നു, ഇവളെ ഇവിടെ കൊണ്ടേ ആക്കാൻ വന്നാന്ന് പറഞ്ഞു. കൊണ്ടേ ആക്കാനോ? അതെ, സുഭാഷ് ഏട്ടൻ പറഞ്ഞു ഇവളെ ഇവിടെ കൊണ്ട് നിർത്തിയാക്കാൻ, കുറച്ച് ദിവസം ഇവളിവിടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ആണോ? എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമെന്ന് നിധി പറഞ്ഞു. ചാന്ദിനി വരാനും പറഞ്ഞ് ചാന്ദിനിയുടെ കയ്യിലേക്ക് പിടിച്ചു. ചാന്ദിനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ആ സമയം അവിനാശ് പറഞ്ഞു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലോ അല്ലേ? സുധീഷ് പറഞ്ഞു, എന്ത് ബുദ്ധിമുട്ട്, ചാന്ദിനി ഇവിടെ നിന്നോട്ടെ, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലയെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് സന്തോഷമുള്ളെന്ന് പറഞ്ഞു. ദേ അവിനാശ് ചേട്ടൻ പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അവിനാശ് പോയി. ആ സമയത്ത് ഹരീഷ് ചോദിച്ചു, അല്ല എന്തിനായിരിക്കും സുഭാഷ് ചേട്ടൻ ചാന്ദിനിയോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞേ? എന്തേലും ഒരു കാരണം കാണും, ഒരു കാരണമില്ലാതെ സുഭാഷ് ചേട്ടൻ അങ്ങനെ പറയില്ലോ എന്ന് പറഞ്ഞു. ഈ സമയത്ത് നികേഷ് കോളേജിലേക്ക് പോകാൻ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുകയാണ്. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട അതേ പെൺകൊച്ച് തന്നെ നോക്കുന്നതായിട്ട് നികേഷിന് തോന്നുകയാണ്. തനിക്ക് തോന്നുകയാണ്, അല്ല, അവളെ തന്നെ നോക്കുന്നേ. 1-2 ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്ന് നികേഷ് അവളെ തന്നെ ഇങ്ങനെ നോക്കി. പിന്നീട് അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. അടുത്തേക്ക് എന്നിട്ട് നികേഷിച്ചു, അല്ല എന്നെ തന്നെയാണോ നോക്കണേന്ന് ചോദിച്ചു. അതെ, അല്ല ഞാൻ 2-3 ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ പേര് നികേഷ്. അപ്പോഴേക്കും അവളും പരിചയപ്പെടുത്തി പേരും. ഞാൻ BCom പഠിക്കണമെന്നെല്ലാം പറയുകയാണ്. അപ്പം നികേഷ് പഠിക്കുന്ന അതേ കോളേജിൽ തന്നെയാണ് പഠിക്കുന്നത്. ഓ അപ്പം അങ്ങനെയാണല്ലേ. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് നികേഷ് ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്നാണ് നികേഷ് ആലോചിച്ചത്, താനിപ്പോഴും നിൽക്കുന്നിടത്ത് തന്നെയാണ്. ഇത്ര സമയം ഒരു ദിവാസ്വപ്നം കണ്ടതാണ് അവളുടെ അടുത്തേക്ക് താൻ പോകുന്നു സംസാരിക്കുന്നു ഒക്കെ. അയ്യോ അവളുടെ അടുത്തേക്ക് താൻ പോയില്ലോ, അവളെ തന്നെ വീണ്ടും നോക്കി നിൽക്കുക. ശോ കഷ്ടമായിപ്പോയി. തങ്ങൾ തമ്മിൽ കുറച്ച് അകലമുണ്ട്. ഒരു കാര്യം ചെയ്താലോ, അവളുടെ അടുത്തേക്കൊന്ന് പോയാലോ? പണി വാളും. ഒരു ഹായ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കൈയും കൊണ്ട് ഇങ്ങനെ ഹായ് കാണിക്കുകയാണ്. പെട്ടെന്ന് അവൾ ഹായ് കാണിച്ചു. അപ്പോഴും നികേഷിൻ്റെ ഒരു പേടി അടുത്തേക്ക് പോകാനായിട്ട്. ആ സമയത്ത് അവൾ പതുക്കെ അടുത്ത് നികേഷിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അങ്ങനെ നികേഷ് അവളെ നോക്കി. നികേഷ് നോക്കിയിട്ട് ചോദിച്ചു, അല്ല എന്നെ തന്നെയാണോ നോക്കിക്കൊണ്ടിരുന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ ഇവിടെ എങ്ങും കണ്ടിട്ടില്ലോ എന്ന് പറഞ്ഞു. അപ്പം നികേഷിന് ഒരു പരിചയം ഉണ്ടായിരുന്നില്ല, ഇതിനു മുമ്പ് ഇവിടെ എങ്ങും കണ്ടിട്ടില്ല. പിന്നീടാണ് നികേഷ് മനസ്സിലാക്കുന്നത്, കുറച്ച് നാളുകളായിട്ടുള്ളൂ, അവളിവിടെ വന്നിട്ട് 1 മാസമായിട്ടുള്ളൂ, പുതിയ താമസക്കാരാണ്. വെറുതെ അല്ല നികേഷിന് ആ കാര്യം മനസ്സിലായത്. അപ്പോഴേക്കുമാണ് ഒരു ബൈക്ക് വന്ന് നിന്നെ. ബൈക്ക് ഉണ്ടെങ്കിൽപ്പത്തിന് ആ പെങ്കുച്ചൊന്ന് ഭയന്നു. ആ സമയത്ത് ബൈക്കിലുണ്ടായിരുന്ന ആ പെങ്കുച്ചിന് ചിറ്റപ്പനായിരുന്നു. നീ കോളേജിലേക്ക് പോകാൻ ഇറങ്ങിയതാണോ മോളെ? ബസ് നോക്കി നിൽക്കുകയാണെന്ന് ചോദിച്ചു. അതെ, എനിക്ക് ബാ കയറ്, ഞാൻ കൊണ്ടേ ആക്കാമെന്ന് പറഞ്ഞു. വേണ്ട ചിറ്റപ്പ, ഞാൻ ബസ്സിന് പോയിക്കോളാം, സാരമില്ല, വന്ന് കയറാൻ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അവൾ ആ ബൈക്കിന് പിന്നിലേക്ക് കയറി കഴിഞ്ഞപ്പം നികേഷിന് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. ഒരുമിച്ച് ബസ്സിൽ പോയാൽ മതിയായിരുന്നു. പക്ഷെ അവൾ ആ ബൈക്കിൽ കയറിയിട്ട് നികേഷിനെ തിരിഞ്ഞിരിഞ്ഞ് നോക്കുകയാണ്. നികേഷിന് മനസ്സിലായി അവൾക്ക് തന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ നോക്കുന്നേ. നികേഷിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. ഈ സമയത്ത് നിധി എന്ത് ചെയ്തു? നിധിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിധി നേരെ സുനന്ദയെ വിളിക്കണം. സുനന്ദയെ വിളിച്ചപ്പോൾ സുനന്ദ അത്ഭുതപ്പെട്ടു പോയി. ഇതാര? നിധിയാണല്ലോ വിളിക്കുന്നത്, ഇതെന്ത് പറ്റി? കോൾ എടുത്തപ്പോഴത്തേനും നിധി പറഞ്ഞു, അതെ ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചാന്ന് പറഞ്ഞു. എന്താ നിധി? അതെ ഈ കുടുംബക്ഷേത്രം എവിടെയാണെന്ന് അറിയാമെന്ന് ചോദിച്ചു സുനന്ദയ്ക്ക്. കുടുംബക്ഷേത്രം? അതെ, സുഭാഷേൻ്റെ എല്ലാവരുടെയും കുടുംബക്ഷേത്രം, നിങ്ങളുടെയൊക്കെ കുടുംബക്ഷേത്രം ഒന്നായിരിക്കുമല്ലോ, അപ്പോൾ അതറിയാൻ വേണ്ടി ഞാൻ വിളിച്ചാന്ന് പറഞ്ഞു. അത് പിന്നെ എനിക്കത് കൃത്യമായിട്ട് അറിയില്ല, ഞാൻ പോയിട്ടുണ്ട് 2-3 വട്ടം, പക്ഷേ എനിക്ക് ആ കൃത്യമായിട്ട് സ്ഥലം പറഞ്ഞാൽ അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ഥലം പറയുന്നുണ്ട്, പക്ഷെ അത് എവിടെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ സുനന്ദ പറഞ്ഞു, ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, ആയിക്കോട്ടെ ചോദിച്ചിട്ട് പറയണമെന്ന് പറഞ്ഞു. പക്ഷെ ഏതാണെന്ന് നിധിയൊന്നും പറയാനും പോയില്ല. അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷും സുധീഷും കൂടെ വീട്ടിലേക്ക് വരുവാണ്. വരുന്ന സമയത്ത് സുഭാഷ് ഇങ്ങനെ വലിയ വിഷമത്തോട് പറഞ്ഞു, എടാ ഇത് കുടുംബക്ഷേത്രം എവിടെയാണെന്ന് കണ്ടെത്താൻ പറ്റിയില്ലോ, അത് കണ്ടെത്തുമായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്താമെന്ന് പറഞ്ഞു. ഓ അതാണ് ആ കാര്യം, അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. സെറ്റ് ചെയ്യാമെന്നോ? അതേന്നേ. അല്ല സുഭാഷ് ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ ചാന്ദിനി വീട്ടിലേക്ക് വന്നിട്ടുണ്ടല്ലോ, സുഭാഷ് ചേട്ടൻ എന്ത് ഭാവിച്ചാൽ ചാന്ദിനിയോട് വീട്ടിലേക്ക് പോരാൻ പറഞ്ഞേ? അതെന്താടാ? അല്ല കല്യാണം കഴിക്കാത്തൊരു പെൺകുട്ടിയല്ലേ അവള്. എടാ അവൾ എനിക്ക് സഹോദരിയെ പോലെയാന്ന് പറഞ്ഞു. പിന്നെ
ലോകത്തുള്ള സർവ്വ പെണ്ണുങ്ങളും സുഭാഷേട്ടൻ്റെ സഹോദരിമാരാണ്. അപ്പോൾ സുഭാഷേട്ടൻ ഇവിടുന്ന് കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുഭാഷ് പറഞ്ഞു, ഒന്ന് പോടാ അവിടെ നിന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒന്ന് ആലോചിച്ചിട്ട് സുധീഷ് പറഞ്ഞു, അല്ല എന്തിനാ പെങ്കുച്ചിനോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞേ? ഓ അതോ, അതെ അവളുടെ ഒരു മുറച്ചെറുക്കനുണ്ട്, ഭയങ്കര ശല്യമാണ്. കാരണം ഇവളുടെ അവിടെ വീട്ടിൽ കുറേ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടേ ഇവളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുക. അവനിങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞേ. പിന്നെ ഇവളുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ താല്പര്യം അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായിട്ട്. പക്ഷേ ഇവൾക്ക് ഇഷ്ടമില്ല, അതാണ് കാര്യം. അപ്പോൾ അവനിങ്ങോട്ട് പോന്നിട്ടുണ്ട് ഇവളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവിനാശ് പറഞ്ഞേ. അവിനാശിന് ഭയങ്കര സങ്കടമാണ്, അവിനാശിനും ഇഷ്ടമില്ല അവനെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു മാർഗ്ഗമുള്ളൂ, വീട്ടിൽ വന്ന് കുറച്ച് ദിവസം നിൽക്കുവാണെങ്കിൽ അവൻ വന്ന് അന്വേഷിച്ചിട്ട് പോയിക്കോളൂല്ലേ. അവന് പിന്നെ ഇവൾ എവിടെയാണെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് അവൾ തിരിച്ചു പോയിക്കോളൂ. ഓ അപ്പോൾ അതാണ് കാര്യം. അല്ല സുഭാഷ് ചേട്ടാ, എങ്കിൽ പിന്നെ സുഭാഷ് ചേട്ടനുമായിട്ട് നല്ല മാച്ചവള്, സുഭാഷ് ചേട്ടൻ അങ്ങോട്ട് കെട്ടിയാ എന്താന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ സുഭാഷ് രൂക്ഷമായിട്ട് ഒന്ന് നോക്കി. ഞാനൊന്ന് പറഞ്ഞതേ സുഭാഷ് ചേട്ടൻ എന്നെ ഇങ്ങനെ കടിച്ചു തിന്നാൻ വേണ്ടി നോക്കുമൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് സുധീഷ് ഒരു ചിരി അങ്ങോട്ട് ചിരിക്കുകയാണ്. സുഭാഷ് വല്ലാതായിപ്പോയി. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.